ബാലുചേട്ടൻ ആൻഡ് മീ I have not told this anywhere. ബാലുചേട്ടൻ ഇവിടെ വരുമ്പോഴൊക്കെ എന്നെ വിളിച്ചിരുന്നു. അതായത് ഞാൻ പണ്ട് നമ്മുടെ നമ്മുടെ ഇവിടുത്തെ ഒരു ബാലു ഇല്ലേ, അപ്പോൾ ബാലുബായി ഇവിടെ ഉണ്ട് ആള്. അപ്പോൾ പുള്ളി ഞാനൊക്കെ നമുക്ക് ദുബായിലത്തെ ഏർലി ആൾക്കാരാണ്. പുള്ളി എന്നൊക്കെ പറഞ്ഞു കഴിഞ്ഞാൽ സീനിയർ മെമ്പറാണ്, എല്ലാവരെയും അറിയുന്ന ആളാണ്. അപ്പോൾ ആ സമയത്തൊക്കെ ഞാൻ ഭയങ്കര ഫാസിനേറ്റഡ് ആയിട്ട് ഇവിടെ ഷോസ് അതിൻ്റെയൊക്കെ എന്താ പറയുക കോർഡിനേറ്ററൊക്കെ ആയിട്ട് കുറേ ഷോസിനൊക്കെ പോയിട്ടുണ്ട്. അപ്പം അങ്ങനെ ഒരു ഷോയിൽ വെച്ചിട്ടാണ് എനിക്ക് ബാലഭാസ്കർ ചേട്ടനെ അറിയുന്നത്. പക്ഷേ ആ ഷോന് ശേഷം ഹി ഓൾവേസ് കോൾഡ് മീ. ഇവിടെ വരുമ്പോഴൊക്കെ വിളിക്കുവാനെ, ഞാൻ കറങ്ങാൻ പല സ്ഥലത്തേക്ക് കൊണ്ടുപോകും ഞങ്ങൾ. അങ്ങനെ കുറേ നല്ല മൊമെൻറ്റ്സ് ഉണ്ടായിട്ടുണ്ട്, നല്ല കുറേ എക്സ്പീരിയൻസുകൾ ഉണ്ടായിട്ടുണ്ട്. സോ ഭയങ്കര ഒരു വോയിഡ് സ്പേസാണ്. ഞാൻ എവിടെയും പറഞ്ഞിട്ടില്ല അദ്ദേഹമായിട്ടുള്ള സൗഹൃദം. പക്ഷെ പുള്ളി അങ്ങ് വൺ ഫൈൻ ഡേ അങ്ങ് പോയപ്പോൾ ഐ ക്യാൻ ഫെൽറ്റ് വെരി ബാഡ് അബൌട്ട് എന്താ സംഭവിച്ചു. പിന്നെ അതിൻ്റെ ഇടയിൽ വി യൂസ് ടു ലൈക്ക് എന്നെ ഇങ്ങനെ വിളിക്കും, എടാ നീ അഭിനയിക്കില്ലേ, നീ നിൻ്റെ ഫോട്ടോസ് പെട്ടെന്ന് അയക്കും, പരിപാടി ഉണ്ട് എന്നൊക്കെ പറഞ്ഞിട്ട് ആണ് എന്നെ ലാസ്റ്റ് വിളിച്ചത്. പിന്നെ ദിസ് ഹാപ്പൻ, സോ യാ ഗുഡ് യു ആസ്ക്ഡ്. ദാറ്റ് ഈസ് എ വെരി ഹെവി ഒരു അങ്ങനത്തെ ഒരു സ്പേസ് തന്നെയാണ്. പിന്നെ എക്സ്ട്രീംലി എന്താ പറയുക ടാലൻറ്റഡ് ആയിട്ടുള്ള ഒരു മാജിക്കൽ മനുഷ്യനാണ്. ഇപ്പോൾ താനത് ചോദിച്ചത് മുതൽ ഐ എം റിമെമ്പറിങ് ഓൾ ദോസ് പെർഫോമൻസസ്. ഇവിടെ വന്നിട്ട് എത്ര പ്രാവശ്യം അൽ നാസറിൽ വന്നിട്ടുണ്ട്, അല്ലെങ്കിൽ ഒരുപാട് സ്റ്റേജുകളിൽ വന്നിട്ടുണ്ട്. എപ്പോഴും ഓഡിയൻസിനെ കയ്യിലെടുക്കും, ആ ചിരിയും പിന്നെ ആ പെർഫോമൻസും.